ഇങ്ങനെയൊക്കെ ഒരാളുടെ മുടി നിൽക്കും, ഇതൊക്കെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കണല്ലേ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അല്ല, കേളി ഹെയർ ഉള്ളവർക്ക് ചോദിച്ചാൽ അവരുടെ അവസ്ഥ മനസ്സിലാവും. ഈ സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർ ചുമ്മാ ഫ്രിസി ഹെയർ എന്ന് പറയണ പോലെ അല്ല, ഈ കേളി ഹെയർ ഉള്ളവരുടെ ഫ്രിസി ഹെയർ അതിങ്ങനെ നിൽക്കും. അതിൽ നിന്ന് ഇത് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ കുറേ നാളായിട്ട് പല പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. അവസാനം ട്രൈ ചെയ്തപ്പോഴാണ് ഇത് ഇങ്ങനെയാണ് ആയത്. ഞാൻ ട്രൈ ചെയ്യാത്തത് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ലോറിയൽ ട്രൈ ചെയ്തിട്ടുണ്ട്, ബ്ലണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, ഓയോ ട്രൈ ചെയ്തിട്ടുണ്ട്, മൊറോക്കൻ. ഞാനൊരു മിനിമം 10-20,000 രൂപയെങ്കിലും ഇതിന് വേണ്ടി ചിലവാക്കി കാണും. അവസാനമാണ് ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ ഈ പല ഷാമ്പൂ, പല ഹെയർ മാസ്ക് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അവസാനം അതിലൊന്നുമല്ല മെയിൻ കാര്യം, നമ്മൾ കുളിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുന്ന ലീവ് ഇൻ കണ്ടീഷണറില്ലേ, അതാണ് മെയിൻ. നമ്മൾ ഈ കുളിച്ചതിന് ശേഷം ആ നനഞ്ഞ മുടിയിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ബ്ലോ ഡ്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതിനകത്ത് ഹീറ്റ് പ്രൊഡക്ഷനും കൂടെ ഉള്ള ലീവ് ഇൻ കണ്ടീഷനാണ്. പക്ഷേ ഞാൻ തന്നെത്താൻ ഉണങ്ങിയതിന് ശേഷം നെക്സ്റ്റ് ഡേ എടുത്ത വീഡിയോ ആണ്. ഇത്രയും നല്ല ഡിഫറൻസ് എനിക്ക് വേറൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടും കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ഉപയോഗിച്ചത് റെഡ് കെൻ എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി എക്സ്പെൻസീവ് സൈഡ് ആയിട്ടുള്ളൊരു ലീവ് ഇൻ കണ്ടീഷനാണ്. അഫോർഡബിൾ റേഞ്ചിൽ ഇത്രയും ഇല്ലെങ്കിലും കമ്പാരിറ്റീവ്ലി മോക്സിയും ബെറ്റർ ആണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ.